ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശിവഭഗവാന്റെ ഏറ്റവും അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ്. അവർ ഉറപ്പായിട്ടും ജീവിത കാലഘട്ടത്തിന്, അതായത് ഈ വട്ടം അവർക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഈ ജീവിത കാലഘട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു ശിവരാത്രി വ്രതമെങ്കിലും അവരുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ എടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഭഗവാന്റെ ഏറ്റവും അതായത് അവർ ജനിച്ച് വന്നിരിക്കുന്ന ശിവലോകത്ത് നിന്ന് തന്നെ ആണെന്ന് പറയാം. ശിവഭഗവാൻ തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എല്ലാ നക്ഷത്രക്കാർക്കും പ്രൊട്ടക്ഷനായിട്ട് ഭഗവാനുണ്ട്. പക്ഷേ ഈ കുറച്ച് നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. ആ നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. അതായത് ആ നക്ഷത്രക്കാരെന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നമ്മുടെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം. ഇവർ ജനനം മുതൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാനുള്ളത്. അതായത് അവർ മനസ്സൊരുകി ഒന്ന് വിളിച്ചാൽ മതി, ഭഗവാൻ ഓം നമ ശിവായ അല്ലെ ഭഗവാനെ നിന്ന് വിളിച്ചാൽ മതി, ഭഗവാൻ അപ്പോൾ തന്നെ അവരടുത്ത് എത്തിയിരിക്കും. അത്രയും ഭഗവാനുമായിട്ട് അത്രയും റിലേഷനുള്ള ആളുകാരാണ് ഈ 3 നക്ഷത്രക്കാർ. അതായത് അവരൊരു തെറ്റും ചെയ്യാതെ മനഃപൂർവ്വം അവരെ ദ്രോഹിക്കുന്നവർക്കൊക്കെ ഭഗവാൻ തന്നെ അവർക്ക് കഠിനമായ ശിക്ഷകൾ കൊടുക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർ ഉന്നതങ്ങളിൽ അവർക്ക് എത്താൻ കഴിയും. അതായത് അവരെന്ത് കാര്യവും ഭഗവാനെ വിചാരിച്ചിട്ട് പോയാൽ അത് അവർക്ക് അനുഗ്രഹമായിട്ട് തന്നെ വരികയും അത് അവരുടെ ഉയർച്ചയ്ക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യും. മറ്റൊരു നക്ഷത്രമാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. അതായത് രോഹിണി, മകയിരം, തിരുവാതിര. ഈ നക്ഷത്രക്കാരും ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അതായത് ഇവരും മഹാദേവൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ്. ഇവർക്കും കാവലായിട്ട് എപ്പോഴും ഭഗവാനുണ്ട്. അവർക്ക് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഏൽക്കാതെ ഭഗവാൻ അവരെ കാത്തുകൊള്ളും. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ഏത് കാര്യത്തിനും ഇറങ്ങാൻ. അത് എല്ലാവർക്കും മംഗളമായിട്ട് ഈ നാളുകാർക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്ക് അല്പം കൂടുതലായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം. അതുപോലെ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കൂറെന്ന് പറയുന്നത് മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ്. ഇവരും ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ്. അതായത് ഇവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് ഇവർ ശിവലോകത്ത് തന്നെ വന്നവരാണെന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞ ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയുണ്ടാകാനും, അതുപോലെ ഇവർ നിത്യവും ഭഗവാനെ ഭജിക്കുക, ഓം നമ ശിവായ ജപിക്കുക, അതുപോലെ ശിവഭഗവാനിൽ അർപ്പിച്ചുള്ള ഒരു ജീവിതം ആയിരിക്കണം ഇവർ നയിക്കേണ്ടത്. അതായത് രാവിലെ എഴുന്നേൽക്കുക, കുളിച്ചിട്ട് ഭഗവാന് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ മുന്നോട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനെന്ന് അർത്ഥം. കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലാതെ നമ്മൾ കൈകാല് കഴുകി ക്ലീനായിട്ട് വന്ന് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും മതി. ഭഗവാന് വിളക്കെല്ലാം അതിലെല്ലാം അപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും മീനെന്ന് പറയുന്നത്. ഇവർ ഇത് ചെയ്യുക. അതായത് ഈ മകരക്കൂറുകാർ ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും ഇവർക്ക് നൽകും. ഇവർക്കെതിരെ അതായത് ആരെന്ത് ചെയ്താലും അത് ഭഗവാൻ എപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, ഇവർക്ക് അനിഷ്ടമെന്ന് വെച്ചാൽ ഇവരൊരു തെറ്റും ചെയ്യാതെ ഇവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അവർക്ക് ശല്യം ഉണ്ടാക്കാനോ അവരെ പറ്റി തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും പാടില്ല. അവർ ഭഗവാന്റെ അത്രയും അടുത്ത അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ്. അതുപോലെ അവർക്ക് ഭഗവാൻ തന്നെ നല്ലൊരു ശിക്ഷയും കൊടുക്കും. കാര്യം ഇങ്ങനെ ഇവർക്കെതിരായിട്ട്
എന്തെങ്കിലും കുറ്റാരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇവരൊരു തെറ്റും ചെയ്തില്ല എങ്കിൽ. പിന്നെ മറ്റൊരു തൊഴിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകൂറുകാരാണ്. അതായത് പുണർദം, പൂയം, ആയില്യം ഇവയാണ് ആ നക്ഷത്രങ്ങൾ. ഇവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ്. ഇവരെപ്പോഴും ഭഗവാനെ വേണ്ടി എപ്പോഴും ഓക്കുമെങ്കിൽ ഇവർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശിക്കാൻ ശ്രമിക്കുക. ഇവരുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. ഇവരുടെ എല്ലാ നല്ല കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ എന്ത് കാര്യത്തിന്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിനായാലും എന്തിനായാലും ഇത് തുടങ്ങും മുന്നേ ഇവർ ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം ശിവഭഗവാനെ ഇവർ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവർ ആ ഒരു കാര്യത്തിന് പോകാൻ. വിദ്യാഭ്യാസത്തിനായാലും ഉന്നത വിദ്യാഭ്യാസ തൊഴിലിനാണെങ്കിലും അതുപോലെ എന്ത് നല്ല കാര്യത്തിനും, വിവാഹം, എല്ലാ കാര്യങ്ങൾക്കും, ഇവരുടെ ഏത് കാര്യങ്ങൾക്കും ഭഗവാന്റെ ആശീർവാദം എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.